എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേൾക്കാം. ഓക്കെ, നമ്മൾ ഒന്നിച്ച് ഇന്ന് പകലിൽ ഈ രാത്രിയിൽ, അവിടെ രാത്രിയാണ്, ഇവിടെ പകലാണ് സമയം ചെലവഴിക്കുന്നത്. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. നിങ്ങൾ തുടർമാനമായി ഇങ്ങനെയുള്ള ബുധനാഴ്ച രാത്രികളിൽ ദൈവവചന പഠനത്തിന് വേണ്ടി സമയം മാറ്റിവെച്ചിട്ടുണ്ട് എന്ന് ഞാൻ അറിയുന്നു. അത് ഏറ്റവും അനുഗ്രഹപ്രദമാണ്. ഈ ആരംഭകാലത്ത് പെന്തിക്കോസ്ത് സഭകളൊക്കെ ആരംഭിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്തത് ദൈവവചന പഠനത്തിന് വേണ്ടിയാണ്. ഇന്ന് അത് വിടുതലിന്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി ഉപവാസ പ്രാർത്ഥന അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പക്ഷെ അന്ന് ആരംഭത്തില് നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമായിരുന്നു. അവിടെ ഏറ്റവും കൂടുതൽ സഹായകരമായിരുന്നത് ദൈവവചന പഠനമായി. ഞാന് സഭാ ശുശ്രൂഷ നിർവഹിച്ച ഒരു സഭയിലെ 3 ദിവസത്തേക്ക് ഒരു ബൈബിൾ ക്ലാസ് വെച്ചു, അഥവാ ആരംഭം കുറിക്കുക. അവിടെ ആരും ഇല്ല, ഒരു കുടുംബം മാത്രമേ ഉള്ളൂ. സ്തോത്രം. കല്ലേറൊക്കെ ഉണ്ടായി. പക്ഷേ വിത്തിൻ അത് 36 ദിവസം ആ മീറ്റിംഗ് നീണ്ടു നിന്നു. രോഗശാന്തി അത്ഭുതകരമായി, എപ്പിലെപ്സി അഥവാ ഈ മയങ്ങി വീഴുന്ന രോഗമുള്ള ഒരു മാടക്കട നടത്തിക്കൊണ്ടിരുന്ന ഒരു പ്രിയപ്പെട്ടവൻ എല്ലാ ദിവസവും വീഴും, ഒന്നിലധികം പ്രാവശ്യം. ഏറ്റവും അവസാനം പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹം സമർപ്പിച്ചു, ദൈവം വെടിവെച്ചു. ആ കുടുംബം മുന്നോട്ട് വന്നു. അവിടെ ഒരു സഭ, അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭ ദൈവം രൂപം നൽകുകയുണ്ടായി. അതിന് മുഖാന്തരമായത് ദൈവവചന പഠനമാണ്. തീർച്ചയായും ദൈവവചന പഠനം നമുക്ക് ആശ്വാസമാണ്, അനുഗ്രഹമാണ്. അതിനെ ഉത്സാഹിപ്പിക്കുന്ന, അതിന് പ്രോത്സാഹനം നൽകുന്ന പ്രിയപ്പെട്ടവർക്കും, പ്രത്യേകിച്ച് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനനായ മാത്യൂസ് മായാരി പാസ്റ്റർക്കും ആ സഭയിലുള്ള എല്ലാവർക്കും, എന്നെ കേൾക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം അർപ്പിച്ചുകൊണ്ട് ഈ ദിവസത്തെ ബൈബിൾ ക്ലാസ് നമ്മൾ ആരംഭം കുറിക്കുകയാണ്. റോമാലേഖനവും മറ്റു പുസ്തകങ്ങളും ഒക്കെ ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്നതും ഇങ്ങനെയുള്ള മീറ്റിങ്ങുകളിൽ സംസാരിക്കുന്നതും തമ്മിൽ അല്പ അന്തരമുണ്ട്. അവിടെ കൂടുതലും തിയോളജിക്കൽ, വേദശാസ്ത്രപരമായ വിഷയങ്ങൾ ഊന്നൽ കൊടുത്ത് ആഴത്തിലുള്ള പഠനങ്ങളാണ്, ക്രിട്ടിക്കൽ സ്റ്റഡികൾ കാണാം, മറ്റൊരു രീതിയിലാണ് പോകുന്നത്. എന്നാൽ നമുക്ക് ഇച്ചിരൂടെ പ്രയോജനം ചെയ്യത്തക്ക രീതിയിൽ വളരെ ലളിതമായി വാക്യങ്ങളിൽ നിന്ന് വാക്യങ്ങളിലേക്ക് വചനത്തിലൂടെയുള്ള ഒരു ഓട്ടപ്രദീക്ഷണമാണ് നടത്തുവാൻ ഇച്ഛിക്കുന്നത്. അത് മാത്രമല്ല, ദേവദാസൻ പറഞ്ഞു, ഒത്തിരി ദിവസങ്ങൾ എടുക്കാൻ സമയമില്ല, ഓരോ പുസ്തകവും വേഗം വേഗം തീർക്കുകയാണ്. അതുകൊണ്ട് ഒരു ലിമിറ്റഡ് ടൈമാണ് നമ്മുടെ മുമ്പിലുള്ളത്. എനിക്ക് ഭയമുണ്ട്, ആ ദിവസങ്ങൾക്കുള്ളിൽ തീർക്കാൻ പറ്റുമോ എന്നുള്ള പേടിയുണ്ടെങ്കിലും പരമാവധി ഞാൻ അതിനു വേണ്ടി പരിശ്രമിക്കാം. നമുക്കൊന്നിച്ച് ദൈവവചന ചിന്തകളിലേക്ക് കടക്കാം. ഒരു നിമിഷം നമ്മൾ പ്രാർത്ഥിച്ചല്ലോ. ദൈവമേ, ഞങ്ങളെ ഒരു പ്രാവശ്യം കൂടെ സമർപ്പിക്കുന്നു, അനുഗ്രഹിക്കണമേ യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. പ്രത്യേകിച്ച് വീഡിയോ ഓൺ ചെയ്തിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് വളരെ നന്ദിയുണ്ട്. നമ്മുടെ സുനി ഐക്കാട്ട് എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ടവനുണ്ട്, അദ്ദേഹം റാന്നിക്കാരനാണ്. അദ്ദേഹം പറയാറുണ്ട്, ഈ റാന്നി കനാനായ സഭയിൽ നിന്ന് ഇറങ്ങി വന്നതാ. റാന്നി കനാനായ സഭയുടെ ആ ഒരു സെമിത്തേരിയില് പോയി നിൽക്കുന്ന പോലെ ചിലപ്പോൾ തോന്നാറുണ്ടെന്ന് പറയാറുണ്ട്. കാര്യം എല്ലാ സെല്ലുകളും ഇങ്ങനെ അടച്ചിട്ടേക്കാണല്ലോ. അപ്പോ അതുപോലാണ് ഈ സൂം മീറ്റിങ്ങിൽ പ്രസംഗിക്കുന്നതെന്ന് അദ്ദേഹം തമാശ രൂപേണ എന്നാൽ അദ്ദേഹം അർത്ഥം വെച്ച് പറയാറുണ്ട്. പക്ഷെ നിങ്ങൾ വീഡിയോ ഓൺ ചെയ്തിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. അവിടെയുള്ള സാഹചര്യങ്ങള് ഓരോരുത്തരുടെ അനുസരിച്ച് മതി, ഞാൻ കുറ്റപ്പെടുത്തിയതല്ല. അദ്ദേഹം പറയുന്നത് പെട്ടെന്ന് ഓർത്തത് കൊണ്ട് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. എങ്കിലും വീഡിയോ ഓൺ ചെയ്ത് നിങ്ങളുടെ മുഖം കാണുമ്പോൾ ശ്രദ്ധിക്കുന്നുവെന്നും പഠിപ്പിക്കുന്നവർക്കും അതൊരു അനുഗ്രഹമാണ്. ആ കാര്യം പറഞ്ഞ് ഞാൻ അങ്ങ് വിടുകയാണ്. നമുക്കറിയാം, റോമാലേഖനം പഠിക്കുമ്പോൾ അത് വളരെ പ്രാധാന്യമുള്ള ഒരു പുസ്തകമാണ്. എല്ലാ പുസ്തകവും പ്രാധാന്യമാണ്. എന്നാൽ റോമാലേഖനത്തിന് പുതിയ നിയമ പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ വളരെ വളരെ പ്രാധാന്യമുണ്ട്. നമ്മൾ ഈ റോമാലേഖനം പഠിക്കുമ്പോൾ ആരെഴുതി, ആർക്കെഴുതി, എവിടെ വെച്ച് എഴുതി എന്നുള്ള ചോദ്യങ്ങളൊക്കെ മനസ്സിൽ വരും, ഇല്ലേ? ന്യായമായ രീതിയിൽ അങ്ങനെ. ആരെഴുതി, ആർക്കെഴുതി, എപ്പോ എഴുതി, എവിടെ വെച്ച് എഴുതി, എന്തുകൊണ്ട് എഴുതി, ഹൗ, വൈ, വാട്ട്, വേർ എന്നൊക്കെയുള്ള ആ ചോദ്യം, അത് നമുക്കറിയാം വളരെ പ്രാധാന്യമുള്ള പദങ്ങളാണ്. ആ ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുവാൻ സാധ്യതയുണ്ട്. നമ്മൾ കത്തെഴുതുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട
മോഹൻ മായാലി പാസ്റ്റർ, ഞാൻ അങ്ങനെ വിളിക്കുന്നത്, മോഹൻ പാസ്റ്റർ എന്നാ വിളിക്കുന്നത്, മോഹൻ മായാലി പാസ്റ്റർ അറിയുന്നതിനെ. എന്നിട്ട് പറഞ്ഞിട്ട് ഏറ്റവും അവസാനം ക്രിസ്തുവിൽ താങ്കളുടെ സ്നേഹിതൻ അല്ലെ വിശ്വസ്തതയോടെ കോശിയുമെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാറുണ്ട്. അപ്പൊ ആദ്യം ആർക്ക് എഴുതുന്നോ അവരെ വന്ദനം ചെയ്ത് ഏറ്റവും അവസാനം ആരെഴുതുന്നോ അവരുടെ പേര് വെച്ചാണ് സാധാരണഗതിയിൽ നമ്മളൊരു ലെറ്റർ അയക്കുന്നത്. പക്ഷേ ഗ്രീക്ക് ശൈലി അങ്ങനല്ല. ആദ്യം എഴുതുന്ന ആളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അതുകൊണ്ട് എല്ലാ പൗലോസിന്റെ ലേഖനങ്ങളും ആ ശൈലിയിലാണ് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹം തന്നെ ആദ്യം പരിചയപ്പെടുത്തും. ഏറ്റവും അതുപോലെ തന്നെ ആർക്കാണ് എഴുതുന്നത് അവരെ വന്ദനം ചെയ്യും. ആ ഒരു ശൈലിയാണ് മിക്കവാറും ഉള്ള ലേഖനങ്ങളില് താൻ തുടർന്നു പോരുന്നത്. ആ ശൈലി ഈ പുസ്തകത്തിലും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതേ ശൈലിയിലാണ് ഈ പുസ്തകത്തിലും താൻ പോകുന്നത്. ആദ്യം തന്നെ പരിചയപ്പെടുത്തുന്നു, അതിനുശേഷമായിട്ട് തന്റെ വായനക്കാരെ വന്ദനം ചൊല്ലുന്നു. ഏറ്റവും അവസാനം അദ്ദേഹം മിക്കവാറും ഉപയോഗിക്കുന്ന, ആശീർവാദത്തിലും അല്ലാതെ ഉപയോഗിക്കുന്ന, കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് തുടരുന്ന ഒരു ശൈലിയാണ് പൗലോസ്ലീഹായ്ക്ക് വളരെ ഉള്ളത്. സ്തോത്രം. ഞാൻ ആരംഭത്തിൽ തന്നെ സൂചിപ്പിച്ച ഈ ലേഖനം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണെന്ന് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. അതിന് കാരണം പലതാണ്. ഒന്ന്, പുതിയ നിയമത്തിലെ ദൈവശാസ്ത്ര ചിന്തകൾ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകമാണ് ഈ റോമാലേഖനം എന്ന് പറയുന്നത്. നീതീകരണം, സ്നാനത്തെക്കുറിച്ച്, അങ്ങനെ എല്ലാ ദൈവശാസ്ത്ര ചിന്തകൾ ഈ പുസ്തകത്തിലുണ്ട്. അതുകൊണ്ട് ഈ പുസ്തകം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പുസ്തകം. രണ്ടാമത്, സഭാചരിത്രത്തെ ഇത്രത്തോളം സ്വാധീനിച്ചിട്ടുള്ള മറ്റൊരു പുതിയ നിയമ പുസ്തകമില്ല. ചരിത്രത്തിൽ ഇത്രയും ചലനം സൃഷ്ടിച്ച മറ്റൊരു പുസ്തകം പുതിയ നിയമത്തിനില്ല. ഞാനങ്ങനെ പറയുമ്പോൾ അതിന് തെളിവായിട്ട് കുറഞ്ഞത് 2 കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാം. നമുക്കറിയാം, മഹാനായ വിശുദ്ധനായ അഗസ്തീനോസിനെ കുറിച്ച് അറിയാം. അദ്ദേഹം ഒരു ദോഷ വഴിയിലൂടെ അമ്മയുടെ പ്രാർത്ഥനയ്ക്ക് പരിണിത ഫലം എന്ന രീതിയിൽ ഒരു ദിവസം ദൈവം അദ്ദേഹത്തെ സന്ദർശിക്കുക. ആ സന്ദർശിക്കാൻ ദൈവം ഉപയോഗിച്ച വചനം എന്ന് പറയുന്നത് റോമാലേഖനം 13-ാം അധ്യായത്തിലെ വചനങ്ങളാണ്. അദ്ദേഹം അത് വായിക്കുന്നു. 13-14 വാക്യങ്ങൾ വായിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തെ സ്പർശിക്കുന്നു. അദ്ദേഹം മാനസാന്തരത്തിലേക്ക് നയിക്കപ്പെടുകയാണ്. 4-ാം നൂറ്റാണ്ടിൽ, 3-ാം നൂറ്റാണ്ടിലെ അവസാനം 4-ാം നൂറ്റാണ്ടിലെ ഏറ്റവും ക്രിസ്തീയ ചരിത്രത്തിൽ ചലനം സൃഷ്ടിച്ച ഒരു മാനസാന്തര അനുഭവമാണ് അഗസ്റ്റീനുള്ളത്. അതിനെ തന്നെ പ്രചരിപ്പിച്ചത് ഈ പുസ്തകത്തിലെ വാക്യമാണ്. തന്നെ നവീകരണത്തെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. മാർട്ടിൻ ലൂതർ അതിന്റെ തലപ്പത്ത് നിൽക്കുക. അദ്ദേഹത്തെ അതിനുവേണ്ടി പ്രേരിപ്പിച്ചത് എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നുള്ള റോമാലേഖനം 1-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ജോൺ വെസ്ലി, ചാൾസ് വെസ്ലി എന്ന മെത്തഡിസ്റ്റ് സഭകളുടെ സ്ഥാപകരെ കുറിച്ച് നമുക്കറിയാം. അവരുടെ ദൈവകൃപയിലേക്ക് വരുവാൻ കാരണം അവരെ ചലിപ്പിച്ചത് റോമാലേഖനം മാർട്ടിൻ ലൂതറിന്റെ ഇൻട്രൊഡക്ഷനാണ്. അദ്ദേഹം എഴുതിയ പുസ്തകത്തിന്റെ ഇൻട്രൊഡക്ഷൻ വായിച്ചപ്പോൾ തന്നെ അവരിങ്ങനെ അവർക്ക് വ്യത്യാസം വരണമെന്നും അവരെ പഴയ ആചാര അനുഷ്ഠാനങ്ങൾ പിന്തുടരുന്ന ഒരു സഭയുടെ ഭാഗമായിരിക്കാൻ പറ്റില്ല എന്ന് അവരെ ചലിപ്പിച്ച് വലിയ ഉണർവിലേക്ക് നയിച്ചത് റോമാലേഖനത്തെ കുറിച്ചുള്ള മാർട്ടിൻ ലൂതറിന്റെ പുസ്തകത്തിലെ ഇൻട്രൊഡക്ഷനാണ്. അപ്പൊ ചരിത്രത്തെ ഇത് വളരെ സ്വാധീനിച്ചിട്ടുണ്ട്. മൂന്നാമതായി നമ്മൾ വായിക്കുമ്പോൾ ഈ യഹൂദന്മാരുടെ ഭാവി എന്ത് എന്ന് ഒരു ചോദ്യം എല്ലാവരുടെ ഉള്ളിലുണ്ടായിരുന്നു. ദൈവം അവരെ തള്ളിക്കളഞ്ഞല്ലോ, സ്വന്തക്കാരുടെ ഇടയിലേക്ക് വന്നിട്ട് സ്വന്തമായവര് അവനെ സ്വീകരിക്കാതിരുന്നപ്പോ അവരുടെ ഭാവി എന്ന ഈ ഒരു ചോദ്യം സഭയിലേക്ക് വന്ന യഹൂദരായവർക്കും
ജാതീയ പശ്ചാത്തലത്തിൽ നിന്ന് വന്നവർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് പൗലോസ്ലീഹ 9, 10, 11 അധ്യായത്തിൽ അവരുടെ ഭാവിയെക്കുറിച്ചും അവർക്ക് എന്താണ് ഭവിക്കാൻ പോകുന്നത്, ദൈവീയ പദ്ധതി എന്താണ്, ദൈവീയ പ്ലാൻ എന്താണെന്ന് സവിസ്തരം എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് ഈ പുസ്തകം എന്ന് പറയുന്നത്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് 12 അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പ്രായോഗിക ജീവിതത്തിന് വളരെ വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ്. പ്രായോഗിക ജീവിതത്തിന് പൗലോസിന്റെ ഏത് ലേഖനം വായിച്ചാലും പ്രായോഗിക ജീവിതത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഈ പുസ്തകത്തിലും പ്രായോഗിക ജീവിതത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ആ 12 അധ്യായം ആരംഭിക്കുന്നത് തന്നെ സഹോദരന്മാരുടെ മനസ്സലിവ് ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളുടെ ശരീരങ്ങളെ ജീവിതം വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. പിന്നെ ഭാവിക്കേണ്ടതുപോലെ ഭാവിക്കാതെ വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ എന്ന് പറഞ്ഞത് തുടരുകയാണ്. അപ്പോൾ പ്രായോഗിക ജീവിതത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എഴുതിയിരിക്കുന്ന ആശയങ്ങൾ ഉള്ള ഒരു പുസ്തകമാണ്. മറ്റ് പുസ്തകങ്ങളെ പോലെ ഈ പുസ്തകവും ഏറ്റവും അവസാനം അന്നത്തെ കാലത്ത് ഭരണകൂടവും ക്രിസ്ത്യാനികളും തമ്മിൽ ഒരു ക്ലാഷ് നടക്കുക. അതിന് കാരണം ആ രാജ്യത്തുള്ള ജനങ്ങളാണെന്ന് ചിന്തിക്കാതെ ക്രിസ്ത്യാനികളെ ക്രൂരമായി പീഡിപ്പിക്കുന്ന പീഡന സമൂഹമാണ് അവർ എന്നവർക്കുള്ള തിരിച്ചറിവാണ്. ആ സമയം പൗലോസ്ലീഹ പറയുകയാണ്, നിങ്ങളെ ഭരണകൂടങ്ങളോട് വിഘടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല, എല്ലാ അധികാരങ്ങളും ദൈവത്തിൽ നിന്നുള്ളതാണെന്ന് അവരെ പ്രബോധിച്ചെഴുതുകയാണ്. 13 അധ്യായം നമ്മളത് വായിക്കുന്നുണ്ട്. അപ്പോൾ കാര്യമുണ്ട്, ചരിത്രത്തെ പിടിച്ചു വിളിക്കുക വാക്യങ്ങളും ആശയങ്ങളുമായിരുന്നു ഈ റോമാലേഖനത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ യഹൂദജാതിയുടെ പത്രിയന്തം ചോദ്യം ഉത്തരം പുസ്തകത്തിലുണ്ട്. പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അതോടൊപ്പം തന്നെ അന്ന് പീഡാസമൂഹമായിരിക്കുന്ന ക്രിസ്ത്യാനികൾക്ക് പീഡിപ്പിക്കുന്ന ഗവൺമെന്റിനോട് വിരുദ്ധ മനോഭാവം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിനെ മാറ്റി സർവ അധികാരങ്ങളും ദൈവത്തിൽ നിന്നാണ്, അതുകൊണ്ട് നിങ്ങള് ദൈവീയ അധികാരത്താൽ നിങ്ങൾക്ക് കീഴടങ്ങിയിരിക്കണമെന്നുള്ള പ്രബോധനം നൽകുന്ന ഒരു പുസ്തകം കൂടെയാണ് ഈ പുസ്തകം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ പുസ്തകത്തിന് വളരെ 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 പ്രാധാന്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രാധാന്യം കാണിക്കുവാനായി കർത്താവ് ശരണപ്പെടുകയാണ്. നമുക്കറിയാം, ഈ പുസ്തകത്തില് 219 പ്രത്യേക പദങ്ങളുണ്ട്. മറ്റ് പുസ്തകങ്ങളിലില്ലാത്ത 219 പദങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. ഇതിന് 433 വാക്യങ്ങളാണ്. അതോടൊപ്പം തന്നെ 87 ചോദ്യങ്ങള് ഈ പുസ്തകത്തിലുണ്ട്. 87 ചോദ്യങ്ങള് ഈ പുസ്തകത്തിലുണ്ട്. അത് തന്നെയല്ല, ഈ പുസ്തകം എഴുതിയത് അന്നത്തെ കാലത്ത് ഗ്രീക്കുകാരുടെ ഇടയിൽ ഇരുന്ന ഒരു പ്രത്യേക ശൈലിയെ അവലംബിച്ചുകൊണ്ടാണ്. ചോദ്യങ്ങൾ ചോദിക്കുന്നു, അതിന് ഉത്തരങ്ങൾ നൽകുന്നു, ആർഗ്യുമെന്റ് പറയുന്നു, അതിന് ഉത്തരം നൽകുന്നു. ആ ഒരു ശൈലിയിലാണ് പുസ്തകം എഴുതിയത്. നമുക്കറിയാം, 6 അധ്യായത്തിൽ 1 വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് കൃപ കഴിയേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ ഒരു ചോദ്യമാണ്. എന്നിട്ട് അതിന് ഉത്തരം നൽകുക. എന്താ ഉത്തരം? ഒരു നാളും അല്ല. എന്നിട്ട് അതിന് ക്ലാരിഫിക്കേഷൻ നൽകുക. ഇതുപോലെ പൗലോസ്ലീഹ അന്നുണ്ടായിരുന്ന ഗ്രീക്കുകാരെ പിന്തുടർന്നുകൊണ്ടിരുന്ന ഒരു പ്രത്യേക ശൈലിയുണ്ട്. ആ ശൈലിയിലാണ് ഈ പുസ്തകം മിക്കവാറും എഴുതിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ പുസ്തകത്തിൽ ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ ഏറെക്കുറെ 87 ചോദ്യങ്ങൾ വരാനുള്ള കാരണവും ആ ഒരു ശൈലിയുടെ പ്രത്യേകതയാണ്. ഇത്രയും മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന്റെ പൗലോസ്ലീഹ നമുക്ക് സമയം ഇങ്ങനെ പഠിച്ചുകൊണ്ട് പോയാൽ ക്ലോക്കെ നോക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് വളരെ സ്പീഡിൽ പോകും. വളരെ പ്രാധാന്യമുള്ള പുസ്തകമാണ്. ഇനി നമ്മള് ഈ പുസ്തകത്തിലേക്ക് കടക്കുകയാണ്. എന്നാ എഴുതിയെന്നൊരു ചോദ്യം വരാം. പൗലോസ്ലീഹ മിഷണറി യാത്ര നടത്തിയ ആളാണ്. കുറഞ്ഞത് 3 യാത്ര നമുക്കുണ്ട്. 4ാം മിഷണറി യാത്ര നടത്തി അത് ബൈബിളിൽ എഴുതിയിട്ടില്ല എന്നാണ് ചിന്തകന്മാർ പറയുന്നത്. കാര്യം റോമാ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് എഫെസ്യരും ഫിലിപ്പിയും
കഴിഞ്ഞ അദ്ദേഹം സ്വതന്ത്രനായി. ആ സമയത്ത് നടത്തിയ യാത്രയാണ് 4-ാം മിഷണറി യാത്ര എന്ന് നമ്മൾ അറിയുന്നത്. പിന്നെ പിടിക്കപ്പെട്ട് അദ്ദേഹം റോമിൽ കിടക്കുന്ന അവിടെ വെച്ച് മരിക്കുന്ന കാര്യം നമുക്കറിയാം. അങ്ങനെ 3 മിഷണറി യാത്ര നടത്തുകയുണ്ടായി. പ്രധാനമായി 3 മിഷണറി യാത്രയിൽ കൊരിന്തിൽ വന്നപ്പോൾ ആ പ്രിയപ്പെട്ടവന് അവിടെ ശീതകാലമായതുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റുകയില്ല. നമുക്കറിയാം, അന്ന് കപ്പല് ഇത്രയും വലിയ കപ്പലൊന്നുമല്ല, പായ്ക്കപ്പലും മറ്റു കപ്പലുകളൊക്കെയാണ്. ഇപ്പൊ മഞ്ഞ് അങ്ങാവും, കടലിൽ മുഴുവനും മഞ്ഞങ്ങ് നിറയും. ഇപ്പൊ കടലിൽ കൂടെ യാത്ര ചെയ്യാൻ കഴിയാതെ ശീതകാലത്ത്, തണുപ്പ് കാലത്ത് കടലിൽ മുഴുവനും ഐസ് ആയതുകൊണ്ട് കപ്പൽ യാത്ര വൈഷമ്യമുള്ളതാണ്. അതുകൊണ്ട് ആ കാലത്ത് യാത്ര അധികം ചെയ്യാതെ അവർ വിശ്രമിക്കും. തുറമുഖത്തൊക്കെ കപ്പൽ അടുപ്പിച്ചിട്ട് അവരെ അവിടെ താമസിക്കും. നല്ല കാലാവസ്ഥ ഉള്ളപ്പോഴും പിന്നെ തുടരുകയുള്ളൂ. അതുകൊണ്ട് ആ ശീതകാലം താൻ കഴിക്കുന്നത് കൊരിന്തിലാണ്. ആ സമയത്ത് ഗായാസ് എന്ന് പറയുന്ന താൻ സ്നാനപ്പെടുത്തിയ വ്യക്തിയുടെ വീട്ടിലാണ് അദ്ദേഹം താമസിക്കുന്നത്. സമയമുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് അദ്ദേഹം യെരുശലേം പോകും. യെരുശലേമിൽ ചെന്ന് സഹോദരിമാർക്കും സഹോദരന്മാർക്കും കണ്ട് വന്ദനം ചെയ്ത് അവരുടെ ശാമകാലമാണ്, അവർക്ക് വേണ്ടി ചില സ്വോത്രാഴ്ചയൊക്കെ എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് കൊടുത്തിട്ട് അപ്പോൾ നേരെ സ്പാനയിലേക്ക് പോകും. പോകുമ്പോൾ മനസ്സിനകത്ത് ഭയങ്കര ഒരാഗ്രഹം, റോമിലൂടെ പോകണം. റോമിൽ കയറി അവരെ കാണണം, അവരുമായിട്ട് കുറച്ചു നേരം സമയം ചെലവഴിക്കണം. പിന്നെ മനസ്സിലുള്ള പ്രത്യേക സമയം ഈ കൊരിന്തിലുള്ള പട്ടണമാണ് കെങ്ക്രയ. അവിടുത്തെ ഒരു വീട്ടിലൊരു സഭയുണ്ട്. ആ സഭയുടെ നടത്തിപ്പുകാരിൽ ഒരാളാണ് ശുശ്രൂഷക്കാരത്തിയായ ഫേവ. റോമിലേക്ക് പോവുക. എന്തിനാ പോകണമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയാകാം, അല്ലെ ബന്ധുക്കളെ കാണാനാകാം, അല്ലെങ്കിൽ അവിടെ ഉദ്യോഗസ്ഥന്മാരൊക്കെ അമേരിക്ക വരുന്നത് പോലെ മിഷണറി പ്രവർത്തനത്തിന് അവിടെ സഭകളൊക്കെ സന്ദർശിച്ച് ഒരു സന്തോഷമൊക്കെ പ്രാപിച്ച് മടങ്ങി വരാനാവാം. എന്തായാലും അവർ ചെല്ലുക. പോയപ്പോൾ ഈ പ്രിയപ്പെട്ടവൻ ആ റോമിലേക്ക് ചെല്ലാനുള്ള താല്പര്യം, കാണണമെന്നുള്ള ആഗ്രഹമൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് റോമിലേക്ക് പോകുന്ന ഫേവയുടെ കൈവശം കൊടുത്തു വിടുന്ന ഒരു ലെറ്ററാണ് റോമാലേഖനം. അത് എഴുതിയത് AD 57, 56, 57, 58 വർഷങ്ങൾ, മിക്കവാറും AD 57 ഗായോസിന്റെ വീട്ടിൽ ആ കൊരിന്ത് പട്ടണത്തിൽ ശീതകാലം കഴിക്കുമ്പോൾ എഴുതിയതാണ് എന്നാണ് നമുക്ക് അനുമാനിക്കാനായിട്ട് പറ്റുന്നത്. ആരെഴുതി? പൗലോസ്. ആർക്കെഴുതി? റോമർക്ക്. എന്നെഴുതി AD 57, 58 കാലഘട്ടത്തിൽ. എവിടെ വെച്ച് എഴുതി? കൊരിന്തി വെച്ച്. ഏത് വീട്ടിലായിരുന്നു? ഗായോസിന്റെ വീട്ടിൽ. ആരുടെ കൊടുത്തിട്ട്? ഫേവയുടെ കയ്യിൽ കൊടുത്തുവിടുക. ഫേവ സഭയുടെ ശുശ്രൂഷക്കാരിയായിരുന്നു. അപ്പൊ അത്രയും പെട്ടെന്ന് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനെല്ലാം ബൈബിൾ വാക്യങ്ങളുണ്ട്. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 20-ാം അധ്യായം 1 മുതൽ 3 വരെ വായിക്കുമ്പോഴും റോമാലേഖനം 16-ാം അധ്യായത്തിന്റെ 1 മുതൽ താഴോട്ട് വായിക്കുമ്പോഴും ഈ ഒരു സംഭവം നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇങ്ങനെ ഗായോസിന്റെ വീട്ടിൽ 3 മാസം താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പോകുകയാണ്. അപ്പൊ ന്യായമായ പിന്നെ നമ്മുടെ മനസ്സിൽ വരും, ഈ പൗലോസ് പോയിട്ടുണ്ടോ? പോയിട്ടില്ലെന്നാണല്ലോ ഈ പുസ്തകത്തിൽ കാണുന്നത്. പിന്നെ ആരാ ആ സഭ സ്ഥാപിച്ചത്? പൗലോസ് അല്ലെന്ന് മനസ്സിലായി. അങ്ങനെ ചില സഭക്കാരൊക്കെ പറയുന്നത് പോലെ പത്രോസ് ആയിരിക്കും. പത്രോസിന്റെ സിംഹാസനമൊക്കെ ആണല്ലോ അവിടെ. പക്ഷേ നമ്മൾ വഴി വായിക്കുമ്പോൾ അതിനൊന്നും ഒരു തെളിവില്ല. പത്രോസ് ആയിരിക്കാനുള്ളതിനാണ്, അദ്ദേഹം അല്ലാതിരിക്കാനുള്ളതിനാണ് തെളിവ്. എന്നാൽ പുസ്തകം 15-ാം അധ്യായത്തിൽ ആഗോള സഭ വ്യാപിക്കുന്ന അല്ലെങ്കിൽ സഭയെ ബാധിക്കുന്ന പ്രശ്നമുണ്ടായി. അത് പരിഹരിക്കുവാൻ കൗൺസിൽ മെമ്പേഴ്സ് എല്ലാം കൂടി വന്നിട്ടുണ്ട്. അന്നുള്ള പ്രമുഖ നേതാക്കന്മാർ വന്നിട്ടുണ്ട്. ആ യെരുശലേം കൗൺസിലിൽ പത്രോസ് അപ്പോൾ യെരുശലേമിലാണ്. രണ്ടാമത്തെ കാര്യം, റോമിൽ പത്രോസ് ഉണ്ടെങ്കിൽ 16-ാം അധ്യായത്തിൽ ഒത്തിരി പേർക്ക് പൗലോസ് വന്ദനം ചൊല്ലുന്നുണ്ട്. അപ്പൊ പത്രോസ്
ഉണ്ടെങ്കിൽ തീർച്ചയായും പത്രോസ്ലിഹായിക്ക് വന്ദനം ചൊല്ലും. പക്ഷെ ആ പുസ്തകത്തിൽ വായിക്കുന്നുണ്ടോ? ഇല്ല. അതിന്റെ അർത്ഥം എന്താ? അദ്ദേഹം അവിടെ ഇല്ല. ഇപ്പൊ ഞാന് രണ്ടുപേരുടെ പിന്നെ വീഡിയോ ഓൺ ചെയ്ത് ഞാൻ എന്റെ ഒരു ഉദാഹരണം പറയാം. നിങ്ങളുടെ പ്രത്യേകിച്ച് വന്ദനം പറയുന്നത് മോഹൻ ബാച്ചോട്ട് വന്ദനം പറഞ്ഞതുപോലെ അവിടുത്തെ മൂപ്പരായിരിക്കുന്ന, അവിടുത്തെ നടത്തിപ്പുകാരനായിരിക്കുന്ന, അവിടുത്തെ അപ്പോസ്തലനായിരിക്കുന്ന പത്രോസിന് വന്ദനം ചൊല്ലാതെ ഒരിക്കലും പൗലോസ്ലിഹാ എഴുതിയല്ല. അതിന്റെ അർത്ഥം റോമിൽ പൗലോസ് ഇല്ല, പൗലോസ് ആയിരിക്കാനുള്ള സാധ്യതയും വിരളമാണ്. അപ്പൊ ഒരു ചോദ്യം, പിന്നെ ആരാ? നമുക്കറിയാം, പെന്തക്കോസ്താൾ വന്നപ്പോ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടി വന്നാൽ നമ്മൾ വായിക്കുന്നു. കൂടി ആ റോമക്കാരും ഉണ്ടായിരുന്നു. അന്ന് പ്രസംഗം കേട്ടു, എല്ലാരും കേട്ടു. പക്ഷെ 3000 പേരുടെ ഹൃദയത്തെ ദൈവം ചലഞ്ച് ചെയ്തു, രൂപാന്തരപ്പെടുത്തി. അവർ തിരികെ പോയി. റോമിൽ നിന്നുള്ളവർ ഉണ്ട്. അവർ തിരികെ പോയി. അവർക്ക് കിട്ടിയ വെളിച്ചം മറ്റുള്ളവർക്ക് എന്ത് ചെയ്തു? പങ്കുവെച്ചു. 1 2 2 എന്തായി? 4 മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. അങ്ങനെ ആരംഭിച്ച ഒരു സഭയാണ് റോമാസഭ. പിന്നെ റോമാസഭ അങ്ങ് വളർന്നു. എങ്ങനെ വളർന്നേ? വിവിധ രാജ്യങ്ങളിൽ. അതുകൊണ്ടാണ് പൗലോസ്ലീഹ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പരിചയപ്പെട്ട ധാരാളം പേര് വന്ദനം ചെല്ലുന്നുണ്ട്. റോമിൽ പോയിട്ടില്ലാത്ത പൗലോസ് മറ്റൊരു ലേഖനത്തിൽ ചെയ്യാത്ത രീതിയിൽ ആൾക്കാരുടെ പേര് വരുന്ന അത്രയും പേരുടെ പേര് വന്ദനം ചെല്ലണമെങ്കിൽ അവരുമായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നു. നമുക്കറിയാം, ചില രാജ്യങ്ങളിലേക്ക് ഇപ്പൊ കുടിയേറ്റം നടന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ ബ്രിട്ടനിലൊക്കെ ഒത്തിരി പുതിയ പുതിയ സഭകൾ ഉണ്ടാകുക. കാരണം നേഴ്സുമാരും മറ്റുള്ളവരും അങ്ങോട്ട് കുടിയേറിക്കൊണ്ടിരിക്കുക. ഓസ്ട്രേലിയയിലേക്ക് പോവുക. അമേരിക്കയിൽ ഇപ്പൊ വലിയ അവസരമില്ലാത്തതുകൊണ്ട് മറ്റു രാജ്യങ്ങളിലേക്ക് ആൾക്കാർ കുടിയേറുക. ഇതുപോലെ റോം അന്ന് തലസ്ഥാന നഗരിക. റോം അന്നത്തെ ഏറ്റവും വലിയ പട്ടണമാണ്. ചക്രവർത്തിമാരുടെ സിംഹാസനമുള്ളവ. അവിടേക്ക് പോകാൻ ആൾക്കാർ കൊതിക്കും. അങ്ങനെ പോയ പ്രിയപ്പെട്ടവർ എല്ലാവരും കൂട്ടി വന്ന സഭകളെ വന്ദനം ചെയ്തുകൊണ്ടാണ് പൗലോസ്ലീഹ ഈ പുസ്തകം എഴുതുന്നത്. അപ്പൊ ആർക്കാ എഴുതുമെന്ന് ചോദിച്ചാൽ റോമിലെ ആൾക്കാർക്കാണ്. ആ സഭ ആരാണെന്ന് ചോദിച്ചാൽ പൗലോസ് ആണെന്ന് ചോദിച്ചാൽ അല്ല. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, നിങ്ങളെ കാണാൻ ഞാൻ ആശിക്കുക. എന്നാൽ പത്രോസ് ആണോ എന്ന് ചോദിച്ചാൽ അല്ലാതെ ഇരിക്കാനാണ് കൂടുതൽ തെളിവുള്ളത്. ആരാണ് നമുക്കറിയില്ല. പിന്നെ ആരാണെന്ന് ചോദിച്ചാൽ പെന്തക്കോസ്ത് നാളിൽ സുവിശേഷം കേട്ട പ്രിയപ്പെട്ടവർ പോയി സ്ഥാപിച്ച സഭയാണ് ഏത്? റോമിലെ സഭ. അത്ര പറഞ്ഞ് ഞാൻ അവിടെ അങ്ങ് വിടുകയാണ്. വളരെ പോവുകയാണ്. അപ്പോ ഞാൻ പറഞ്ഞല്ലോ, ക്യാപിറ്റൽ സിറ്റി ആയതുകൊണ്ട് അവിടേക്ക് ആൾക്കാർ കൂടിയത്. അപ്പൊ ഇന്നൊരു സന്ദർഭമുണ്ട്. ദേവതയെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ മനസ്സിൽ ലഡു പൊട്ടിയെന്നൊക്കെ പിള്ളേർ ഇപ്പൊ പറയാറുള്ളത് പോലെ അദ്ദേഹത്തിന്റെ മനസ്സിലും ആശ ലഭിച്ചു. എന്നാ കാരണം? അവിടെ എഴുതാറുള്ള കാരണം അല്ലെങ്കിൽ അതിന്റെ ഉദ്ദേശം ഒന്ന് ഞാൻ പറയാം. ഒന്ന്, റോമിലെ സഭയെ കുറിച്ച് അറിവുണ്ട്. അദ്ദേഹത്തിന് അറിവുണ്ട്. അറിവ് ആവേശമായിട്ട് മാറി. അപ്പോ അവിടുത്തെ താന് പോകുന്നുണ്ട്. താൻ അവിടേക്ക് പോകാനായിട്ട് പോവുകയാണ്. അപ്പൊ അവരെ ഒന്ന് ഓർപ്പിക്കുക. ഇപ്പൊ ഞാനിപ്പോ അമേരിക്ക വരികയാണെങ്കിൽ ഡാളസ് വിസിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വാട്സപ്പില് മോഹൻ ഭാഷയ്ക്ക് ഒരു സന്ദേശം അയക്കും. പക്ഷേ ഞാൻ ഇന്ന ദിവസം മുതൽ ഇന്ന ദിവസം വരെ ഡാളസിൽ വരുന്നുണ്ട്, അവിടെ വരുമ്പോൾ നമുക്ക് കാണാമെന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ മീറ്റിംഗ് ഒക്കെ ക്രമീകരിക്കണമെന്നൊക്കെ പറഞ്ഞൊരു മെസ്സേജ് അയക്കും. എന്ന് പറയുന്നത് പോലെ റോമിലേക്ക് ചെല്ലാൻ പോവുക. അപ്പൊ നിങ്ങളെ കാണണമെന്നും നിങ്ങളുമായിട്ട് സന്തോഷം പങ്കിടണമെന്നും ഒക്കെയുള്ള ഐഡിയ അദ്ദേഹത്തിന് പറയുക. അപ്പൊ എന്നിട്ട് പരിശുദ്ധാത്മാവ് പറഞ്ഞു പോകണം, നീ യെരൂശലേമിൽ സാക്ഷ്യപ്പെടുത്തിയതുപോലെ റോമിലും എന്റെ സാക്ഷ്യം വഹിക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. 3 കഴിഞ്ഞും അദ്ദേഹം ചെല്ലാൻ പ്രായമൊക്കെ ഇട്ടേക്കുക. കുറെ നാൾ കഴിയുമ്പോൾ അടുത്ത സമയമാകുമ്പോ പോകും. പക്ഷേ അന്ന് കടൽ യാത്രയാ. അത് അപകടം പിടിച്ച യാത്രയാ. യാത്രയിൽ എന്തോ വേണം? സുരക്ഷിതത്വം വേണം. സുരക്ഷിതത്വം വേണമെങ്കിൽ ആര് പ്രാർത്ഥിക്കണം? എല്ലാവരും പ്രാർത്ഥിക്കണം. കൂട്ടത്തിൽ റോംകാരും പ്രാർത്ഥിക്കണം. അപ്പൊ പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് അതാണ് ആശ
താന് പങ്കുവെച്ച് റോമില്ല ആ ഒരു കാര്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചതുപോലെ അധികാരികളായവർ മികച്ചു നിൽക്കരുത്, അവർക്ക് കീഴടങ്ങിയിരിക്കണം എന്ന് പ്രബോധിപ്പിച്ചുകൊണ്ട്, മാത്രമല്ല അവരറിയേണ്ട അടിസ്ഥാന സത്യങ്ങൾ ഒരു മാലയിൽ കോർക്കുന്നതുപോലെ പരാമർശിച്ചുകൊണ്ട് എഴുതുന്ന പുസ്തകമാണ് ഏത്? റോമാലേഖനം അങ്ങനെ എഴുതുക. ഇത്രയും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ മോഹൻ ഭാഷയെ നമ്മുടെ ദേവദാസനെ അത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ വേണമെങ്കിൽ അത്യാവശ്യക്കാർക്ക് ചോദിച്ചാൽ അത് തരികയും ചെയ്യും. അപ്പൊ ഞാൻ ഇങ്ങനെയുള്ള ഒരു സാധനമായതുകൊണ്ട് ഒത്തിരി അങ്ങ് മുഖഭാവത്തിലാണ് ഞാൻ ചോദിച്ച് തലയ്ക്കകത്ത് അതാക്കിയിട്ട് തുടരത്തുള്ളായിരുന്നു. പക്ഷേ ഇതിൽ കൂടുതൽ നമുക്ക് അങ്ങോട്ട് വിവരിക്കാൻ പോയാല് നമ്മുടെ ഇത് തീരത്തില്ല. പറഞ്ഞ സമയത്തും അതിന്റെ ഇരട്ടി സമയത്തും തീരത്തില്ല. അതൊരു വലിയ കാര്യമാണ്. ഇനി ഈ പുസ്തകം 3ആയിട്ടാണ് വിഭജിച്ചിട്ടുള്ളത്. 1 മുതൽ 8 വരെ അടിസ്ഥാന ഉപദേശങ്ങൾ 9, 10, 11 യുഗപരമായ വിഷയങ്ങൾ, അഥവാ യഹൂദന്മാരുടെ ഇസ്രായേലിന്റെ ഭാവിയോട് ബന്ധപ്പെട്ട വിഷയങ്ങൾ. 12 മുതൽ 16 വരെയുള്ള വിഷയങ്ങൾ പ്രായോഗിക ജീവിതത്തിന് കൊടുത്തുകൊണ്ടുള്ള പഠിപ്പിക്കൽ. അപ്പൊ 3 ഭാഗം ഈ പുസ്തകത്തിനകത്തുണ്ട്. 1 മുതൽ 8 വരെ ഉപദേശപരം, നമുക്ക് 11 വരെ ഉപദേശപരമെന്ന് വേണേ പറയാം. പക്ഷേ ഇച്ചിരിയുടെ മനസ്സിലാകത്തക്ക രീതിയിൽ 1 മുതൽ 8 വരെ ഉപദേശപരം, 9, 10, 11 യുഗപര ചിന്തകൾ. യുഗമെന്ന് പറയുമ്പോൾ ഇസ്രായേലിനോട് ബന്ധപ്പെട്ട് തെറ്റിദ്ധരിക്കരുത്. 12 മുതൽ പ്രായോഗികമായ ജീവിതത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് ആണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. ഇനി ഈ പുസ്തകത്തിന്റെ 6 ഉപദേശപരമായ വിഷയങ്ങൾ പഠിക്കുമ്പോൾ 3 ചോദ്യങ്ങളുടെ ഉത്തരമാണ് ഈ പുസ്തകത്തിനകത്ത് മൊത്തമുള്ളത്. 3 ചോദ്യങ്ങളുടെ ഉത്തരമാണ് ഈ പുസ്തകത്തിനകത്ത് മൊത്തമുള്ളത്. 1, മനുഷ്യൻ ദൈവസന്നിധിയിൽ നീതിമാനാകുന്നത് എന്ത്? എങ്ങനെ മനുഷ്യൻ ദൈവസന്നിധിയിൽ നീതിമാനാകുന്നത് എങ്ങനെ? പാപിയാണെന്ന് പറയുന്നു, നരകത്തിലേക്ക് പോകുമെന്ന് പറയുന്നു, ശിക്ഷാവിധി ഉണ്ടെന്ന് പറയുന്നു. പിന്നെ എങ്ങനെ നീതിമാനാവും? എല്ലാവരുടെയും മനസ്സിനകത്തുള്ള ഒരു ചോദ്യം. അതൊരു ഉത്തരം നൽകുന്നുണ്ട്. 2ാമത്തെ കാര്യം, ഈ യഹൂദർക്കിടയിൽ നിന്ന് കർത്താവിലേക്ക് വന്നല്ലോ. അപ്പൊ അവരുടെ എല്ലാ ഉള്ളിലുണ്ട്. പൗലോസ്ലീഹ പറയുന്നുണ്ട്, എന്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ ശപിക്കപ്പെട്ടവനാകാനും നരകത്തിൽ പോകാൻ വേണ്ടി അവർ രക്ഷപ്പെടുമെങ്കിൽ. അപ്പൊ എല്ലാവർക്കും ഉള്ളിൽ അവരുടെ കുലത്തെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും ഒരു ചിന്താഭാരം ഉള്ളതുപോലെ അമേരിക്കയിൽ പോയവർക്ക്, പണ്ടൊക്കെ പോയവർക്ക് കഴിവുള്ളിടത്തോളം കുടുംബത്തിലുള്ള എല്ലാവരും കൊണ്ടുവരണമെന്ന് ആശ ഉണ്ടായിരുന്നതുപോലെ പൗലോസ്ലീഹയുടെ മനസ്സിലെ ചിന്ത മുഴുവനും എന്തായിരുന്നു? എല്ലാവരും രക്ഷപ്പെടണം. അദ്ദേഹത്തിന് മാത്രമല്ല എല്ലാവർക്കും ഉണ്ട്. തള്ളപ്പെട്ടു പോകരുത്, ദൈവത്തിന്റെ വ്യാധിയ. അപ്പൊ അവരുടെ ഭാവി എന്താണ്, അവരുടെ നാളെ എന്താണെന്നൊരു ചോദ്യം ഉണ്ടല്ലോ. ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കുകയാണ്. 3ാമത്, ക്രൈസ്തവ സ്വഭാവത്തിന്റെ പ്രായോഗിക വശങ്ങൾ ഏവ. നമ്മൾ രക്ഷിക്കപ്പെട്ടു, സ്വർഗത്തിൽ പോകാൻ ഇറങ്ങിയവരാ. ഇപ്പൊ ഭൂമിയുമായിട്ട് നമുക്ക് ബന്ധമൊന്നും ഇല്ലയോ? സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നതാണല്ലോ ഞങ്ങൾ ഇരുത്തിയിട്ടുള്ളത്. അപ്പൊ സ്വർഗീയരാണല്ലോ ഭൂമിയിൽ. അപ്പൊ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ അനുവർത്തിക്കേണ്ട സ്വഭാവ ഗുണഗണങ്ങൾ എങ്ങനെ? ഈ 3 കാര്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഒരർത്ഥത്തിൽ ഈ പുസ്തകം. ആ ചിന്തയെ ബേസ് ചെയ്തുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ 3 വിഭജനവും ഉള്ളത്. ചുരുക്കി പറഞ്ഞ ക്രൂശിലേക്ക് ഒന്നുകൂടെ നമുക്ക് ഈ പകരം നോക്കാം. റാണി സിസ്റ്റർ പാട്ടൊക്കെ പാടിയിട്ട് ഒരു പ്രത്യേക ലൈൻ എടുത്ത് നമ്മളെ കർത്താവിന്റെ സ്വഭാവം പരത്തുന്നവരായി തീരണം എന്ന് നമ്മളെ പ്രബോധിപ്പിച്ചതുപോലെ ഈ ലേഖനം പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം ക്രൂശിലേക്കൊന്ന് നോക്കുമ്പോൾ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി കിടക്കുക. അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് 3 ഭാഷയിൽ, ഗ്രീക്കിലും ലാറ്റിനിലും പിന്നെ എബ്രായ ഭാഷയിലും. അതുപോലെ ഒരു ഗ്രീക്ക് സമൂഹത്തിന്റെ മധ്യേ ഇരുന്ന്
ഒരു എബ്രായനായ മനുഷ്യൻ റോമിലുള്ള പ്രിയപ്പെട്ടവർക്ക് എഴുതുന്ന ലേഖനമാണ് റോമാലേഖനം. സ്തോത്രം. ഞാൻ ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. തുടർന്ന് ചുരുക്ക സമയമാണ് നമുക്കുള്ളത്. നമുക്ക് ഈ പുസ്തകത്തിലേക്കൊന്ന് കടന്ന് നമുക്ക് അതിന്റെ ആരംഭത്തിൽ ഒന്ന് രണ്ട് ചില കാര്യങ്ങളൊന്ന് ചിന്തിച്ചിട്ട് പെട്ടെന്ന് നമുക്ക് ഇന്ന് ക്ലാസ്സുകൾക്ക് വിരാമം കുറിച്ച് വരുന്ന ആഴ്ചകളിൽ തുടരാം. 1 മുതൽ 17 വാക്യങ്ങൾ അതിന്റെ ആമുഖമാണ്, ഇൻട്രൊഡക്ഷൻ ആണ്. പക്ഷേ 1 മുതൽ 7 വരെ ഉള്ളത് 3 കാര്യങ്ങളാണ്. ഒന്ന് തന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, 2 തന്റെ വായനക്കാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, 3 അവരെ വന്ദനം ചെയ്ത് അവർക്ക് വന്ദനമൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് ആരംഭത്തിൽ നമ്മൾ കാണുന്നത്. തന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്തുവാ? തന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പൗലോസ് അതിന്റെ 2:B മുതൽ സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലനും യേശുക്രിസ്തുവിന്റെ ദാസനുമായ പൗലോസ്. അപ്പൊ പൗലോസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാ? 1, വേർതിരിച്ച് വിളിക്കപ്പെട്ടവൻ, അപ്പോസ്തലൻ. പിന്നെ പറയുക ക്രിസ്തുവിന്റെ ദാസൻ. 3 പദങ്ങളിലൂടെയാ തന്നെ വിശേഷിപ്പിക്കുന്നത്. വേർതിരിച്ച് വിളിക്കപ്പെട്ട എന്ന് പറഞ്ഞാൽ ഈ 1 മുതൽ 7 വരെ 3 വിളിക്കപ്പെട്ട എന്നുള്ള പദമുണ്ട്. ഒന്ന് തന്നെ കുറിച്ച് പറയുക, പൗലോസ് വേർതിരിച്ച് വിളിക്കപ്പെട്ടവന്. ഇനി തന്നെ വേർതിരിച്ച് വിളിക്കപ്പെട്ടവരാ. 3-ാം വാക്യത്തിലും 7-ാം വാക്യത്തിലും തന്റെ വായനക്കാരോടും പറയുക, നിങ്ങൾ എന്ത് ചെയ്യുക? വിളിക്കപ്പെട്ട പ്രിയപ്പെട്ടവർ, ജനത്തിന്റെ മധ്യത്തിൽ നിന്ന്, പാപികളുടെ സമൂഹത്തിൽ നിന്ന്, പണ്ട് ഉണ്ടായിരുന്ന ഇടത്തു നിന്ന് ദൈവത്താൽ വേർതിരിച്ച് സെറ്റപ്പ് അപ്പാർട്ട്. എക്ലീഷ്യ എന്നുള്ള പദം തന്നെ അതിൽ നിന്നുള്ളതായതാണല്ലോ. അപ്പോ വേർതിരിച്ച് വിളിക്കപ്പെട്ട ആൾക്കാരാണ് ആര്? പൗലോസും തന്റെ വായനക്കാർ. ഇനി ആരുടെ വിളിച്ചിരിക്കുന്നത്? ഒന്നാമത് പറയാം അപ്പോസ്തലൻ. അപ്പോസ്തലൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? പണ്ടാരാണ്ട് പറഞ്ഞായിരുന്നു, അപ്പോൾ സ്ഥലത്തുള്ളവനാണ് അപ്പോസ്തലൻ. ആ അർത്ഥത്തിലല്ല, അയക്കപ്പെട്ടവൻ. അത് തന്റെ ദൈവിക അധികാരത്തെ സൂചിപ്പിക്കുന്നവനാണ്. ഒരാൾക്ക് പകരം മറ്റൊരാളെ അയക്കുക. ഇപ്പൊ അംബാസിഡർ ഒരു രാജ്യത്തിന്റെ പ്രതിനിധി ആയിരിക്കുന്നത് പോലെ അന്നത്തെ കാലത്ത് അപ്പോസ്തലൻ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് അധികാരമുള്ള എല്ലാ അധികാരങ്ങളോടുകൂടെ ഐക്യപ്പെട്ട വ്യക്തിയാണ്. ആര്? റെപ്രസെന്റേറ്റീവ് ആണ് അപ്പോസ്തലൻ. അത് തന്റെ അധികാരത്തെ കാണിക്കുകയാണ്. അതേന്ന് താൻ പറയാ യേശുക്രിസ്തുവിന്റെ ദാസൻ. ദാസൻ എന്ന് പറയുമ്പോൾ ഡൂലോസ് എന്നുള്ളൊരു പദമാണ്. അന്നത്തെ കാലത്ത് 3 വിധത്തിലുള്ള അടിമകളാണ് ഉള്ളത്. ഒന്ന് ബ്രോട്ട്, മേടിച്ച അടിമകളുണ്ട്. വീട്ടിൽ തന്നെ ജനിച്ച ബോൺ അടിമകളുണ്ട്. 3ാമത്തത് ബോണ്ട് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് സേവനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അച്ചായനെ വെട്ടിയാൻ ഒരിക്കലും പോയെന്ന് പറഞ്ഞ് പിന്നീട് സമർപ്പിക്കുന്ന പ്രിയപ്പെട്ടവരുടെ കാത് കുത്തുന്ന പരിപാടിയൊക്കെ നമ്മൾ പഴയ നിയമത്തിൽ വായിച്ചിട്ടുണ്ടല്ലോ. അവരങ്ങ് സമർപ്പിക്കപ്പെട്ടവരാ. ഇങ്ങനെ 3 വിധത്തിലുള്ള അടിമകളുണ്ട്. അവർക്ക് അതില് പൗലോസ്ലീഹ പറയുക, ഞാൻ യേശുക്രിസ്തുവിന്റെ ദാസൻ. സ്തോത്രം. ഇനി അപ്പോസ്തലന്മാർ പറയുമ്പോൾ 12 പേരിൽ ഒരുവനല്ല. പക്ഷേ അപ്പോസ്തലനായ പൗലോസിനെ പറയുന്നുണ്ട്, ഞാൻ അപ്പോസ്തലന്മാരിൽ ഒട്ടും കുറഞ്ഞവനല്ല. അപ്പോസ്തലന്മാരുടെ എല്ലാ യോഗ്യതകളുമുള്ള യേശുക്രിസ്തുവിന്റെ ഉയർപ്പ് കണ്ട, അതായത് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ കണ്ട അപ്പോസ്തലന്മാരിൽ കൂടെ നടത്തപ്പെടുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും സ്വന്തം ജീവിതത്തിലൂടെ അനുഭവിച്ചറിഞ്ഞ ഒരുവനാണ് ആര്? പൗലോസ്. ഇപ്പൊ പൗലോസ് തന്നെ വെളിപ്പെടുത്തുക. 3 പദങ്ങളാണ് അതിന് ഉപയോഗിക്കുന്നത്. ഒന്ന്, വേർതിരിച്ച് വിളിക്കപ്പെട്ട. അതിനെക്കുറിച്ചൊക്കെ പറയാനുണ്ട്. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ജനനം മുതൽ വേർതിരിച്ച് വിളിക്കപ്പെട്ട. പിന്നെ രോഗസ്ഥാപനത്തിന് മുമ്പ് ദമസ്കസിൽ വെച്ച് ദൈവത്തിന്റെ ഇന്റർവെൻഷൻ, ദൈവത്തിന്റെ ആ ഇടപാടുകളിൽ വേർതിരിക്കപ്പെട്ട ഒരുവനാണ് ആര്? പൗലോസ്ലീഹ. 2, ഞാൻ ദൈവത്തിന്റെ അപ്പോസ്തലനാണ്. 3, യേശുക്രിസ്തുവിന്റെ
ദാസനായ പൗലോസ് പറഞ്ഞപ്പോ ഒരു ചോദ്യം വരും. എടാ പൗലോസേ, എന്തോ എന്തിനാ വേർതിരിച്ച് വിളിക്കപ്പെട്ടെ? നീ പറഞ്ഞുണ്ടല്ലോ വേർതിരിച്ച് വിളിക്കപ്പെട്ടവരാ. എന്നെ അദ്ദേഹം പറയുക, എന്നെ വേർതിരിച്ച് വിളിക്കപ്പെട്ടത് സുവിശേഷം പ്രസംഗിക്കാൻ. എന്തിനാ? സുവിശേഷം പ്രസംഗിക്കാനും. അവിടെ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവം തന്റെ പുത്രന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുൻകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായിട്ട് വേർതിരിച്ച് വിളിക്കപ്പെട്ട. അപ്പൊ എന്തിനാ വിളിച്ചേ? സുവിശേഷത്തിന് വേണ്ടിയാ വേർതിരിച്ചത്. അപ്പൊ പിന്നെ ഒരു ചോദ്യം, ആരുടെ സുവിശേഷമാവേ? ആരുടെ സുവിശേഷമാ? ഞാൻ എന്നൊക്കെ പറയുന്നത് നമുക്ക് മനസ്സിലാകാനാ എപ്പോഴും വളരെ മാന്യമായ രീതിയിൽ മറ്റുള്ളവർക്ക് സംബോധന ചെയ്യാം. ഇന്ന് കുറെ ഉപദേശിമാർ കേട്ടു താഴോട്ടൊക്കെ പറയുന്നവരുണ്ട്. ഞാൻ അതിനോടൊന്നും യോജിക്കുന്നില്ല. നമ്മളിപ്പോ പൗലോസിനോട് അന്നത്തെ കാലത്ത് ചോദിച്ചതായിട്ടാ ഞാൻ ആ എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ ആ സുവിശേഷം എന്താ അതിന്റെ ആധികാരികത എന്ന് ചോദിക്കുമ്പോൾ പൗലോസ് പറയുക, അതിന്റെ ഉറവിടം എന്ന് പറയുന്നത് ദൈവം തന്നെയാണ്. ഗോഡ് ഹിംസെൽഫ്, ദൈവം തന്നെ. അവിടെ തന്നെ പറയുന്നുണ്ടല്ലോ, ദൈവം വിശുദ്ധ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി ദൈവം തന്റെ പുത്രനും. അപ്പൊ അതിന്റെ ഒറിജിൻ ആരുടെയാ? സുവിശേഷം ദൈവത്തിൻ്റെത്. ആരുടെ സുവിശേഷമാ? ദൈവത്തിന്റെ സുവിശേഷമാ. ഇനിയും അപ്പോൾ പൗലോസ് പറയും, എന്തും വിളിക്കപ്പെട്ടു? സുവിശേഷത്തിന് വേണ്ടി. അതിന്റെ ആരുടെ സുവിശേഷമാ? ദൈവത്തിന്റെ സുവിശേഷം. ഇനി ഈ പുസ്തകം വായിക്കുമ്പോൾ 5 സുവിശേഷത്തെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ആഡ്ജക്റ്റീവ് ഉപയോഗിച്ച് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേത് 1-ാം വാക്യത്തിന് തന്നെ ദൈവത്തിന്റെ സുവിശേഷം എന്ന് പറയുന്നു. അതിന്റെ അർത്ഥം എന്നാന്ന് ചോദിച്ചാൽ അതിന്റെ ഒറിജിനെ, അതിന്റെ ആരംഭത്തെ കുറിക്കുക. അതോറിറ്റേറ്റീവ്. ആരാണ് അതിന്റെ അതോറിറ്റേറ്റീവ് ആയിരിക്കുന്നത് എന്നുള്ളതിനെയാണ് എന്ത് ചെയ്യുന്നത്? ആ പദം കുറിക്കുന്നത്. ഇപ്പൊ സൂം മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത് ആരാ? നമ്മുടെ അവിടുത്തെ സഭയാ. അതിന്റെ പ്രധാനപ്പെട്ട ആളാ അവിടുത്തെ പാസ്റ്റർ എന്ന് പറയുന്ന പോലെ ഈ സുവിശേഷത്തിന്റെ ഒറിജിനൽ സൂചിപ്പിക്കാനാണ് ദൈവത്തിന്റെ സുവിശേഷം എന്ന് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത് 1-ാം അധ്യായം 10-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. മലയാളത്തിലുള്ള വചനമാണ്, ഇംഗ്ലീഷിൽ ചിലപ്പോൾ വ്യത്യാസമായിരിക്കും. അവന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം. അപ്പൊ അത് പറയുന്നത് എന്നാണെന്നറിയാമോ? ഈ സുവിശേഷത്തിലെ പ്രധാന കണ്ടന്റ് എന്താ? പ്രധാന വിഷയം എന്താണ്? അത് യേശു ക്രിസ്തു ആണെന്ന് സൂചിപ്പിക്കാൻ. 3-ാം നമ്മൾ വായിക്കുന്നത് എന്തുവാ? സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല, വിശ്വസിക്കുന്ന ഏവരും ആദ്യ യഹൂദനും ദൈവശക്തി ആകുന്നു എന്ന് പറയുന്നിടത്ത് അവിടെ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ക്രിസ്തുവിന്റെ സുവിശേഷം എന്ന് വായിക്കുന്നു. അതായത് മെസ്സേജായി കാത്തിരുന്ന യഹൂദന്മാര് ക്രൂശിച്ച അതേ വ്യക്തിയാണ് മെസ്സേജ. അവൻ ക്രിസ്തുവാണ്. ക്രിസ്തു എന്നുള്ളതിന് ഊന്നൽ നൽകിക്കൊണ്ട് പറയുക. നമുക്കറിയാം, പൗലോസ്ലീഹ പുതിയ നിയമത്തിൽ വരുമ്പോൾ സുവിശേഷങ്ങളിൽ യേശു 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 എന്നാണ് പറയുന്നതെങ്കിൽ ഉയർച്ചയ്ക്ക് ശേഷം യേശു എന്നുള്ള പദം ഉപയോഗിക്കുന്നുണ്ടെങ്കിലും കൂടുതൽ ഉപയോഗിക്കുന്നത് എങ്ങനെയാ? ക്രിസ്തു യേശു അഥവാ യേശു ക്രിസ്തു. ഉയർത്തെഴുന്ന ക്രൂശീകരണത്തിന് ശേഷം യേശു എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഉപയോഗിക്കുന്നത് എന്തുവാ? യേശു ക്രിസ്തു അഥവാ ക്രിസ്തേശു. ചിലതൊക്കെ നസറേനായ യേശു അത് പരിചയപ്പെടുത്താനാ. അതുകൊണ്ടാണ് ഈ ബ്രദറൻ സഭക്കാരെ അവന് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ നിന്ന് പറയത്തില്ല. പിന്നെ എങ്ങനെ പറയുള്ളൂ? യേശു ക്രിസ്തുവിന്റെ നാമത്തിനെ പറയുള്ളൂ. കാരണം എന്നാ? ഈ ഒരു ഐഡിയ അവരുടെ തലയിൽ കിടക്കുന്നത് കൊണ്ടാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്നത് നല്ലതാ. ഉപയോഗിച്ചില്ലെന്ന് പറഞ്ഞ് ദൈവം കേൾക്കാതൊന്നും ഇരിക്കുകയില്ല. ഇത്രയും നാൾ യേശുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞപ്പോ കേട്ട ഒരു ദൈവം നമുക്കുണ്ട്. പക്ഷേ യേശുദാസൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിനേക്കാൾ ഇച്ചിരി നല്ലതാ യേശു ക്രിസ്തുവിന്റെ. നമ്മുടെ കർത്താവ് മരിച്ചവൻ മാത്രമല്ല, മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് എല്ലാ നാമത്തിലും മേലായ നാമം കിട്ടിയ സർവാധിശാലിയായ സർവാധികാരിയായ കർത്താവാണെന്നുള്ളത് ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യും.
ഇനി 16-17 വായിക്കുമ്പോൾ അത് ദൈവനീതിയുടെ സുവിശേഷം. 2:16 വായിക്കുമ്പോൾ എന്റെ സുവിശേഷം എന്ന് പറഞ്ഞാൽ ഓരോ വിശ്വാസിക്കും സുവിശേഷത്തെ കുറിച്ചുള്ള ബന്ധത്തെ കുറിച്ച് അതെന്ത് ചെയ്യുക, സൂചിപ്പിക്കുക. അപ്പോൾ ദൈവമാണ് ഈ സുവിശേഷത്തിന്റെ ആധികാരിക അവകാശപ്പെടാൻ കഴിയുന്ന ആള്. ഇത് യേശുക്രിസ്തുവിന്റെ സുവിശേഷമാണ്. അതിന്റെ കണ്ടന്റ് ക്രിസ്തുവാണ്. മശികായായി പ്രതീക്ഷിച്ചിരുന്ന ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷമാണ്. ദൈവനീതിയുടെ വിളംബരമാണ് സുവിശേഷത്തിലുള്ളത്. ഓരോ പ്രസംഗിക്കുന്നതിനും ഈ സുവിശേഷം തന്റെ ജീവിതമായി എന്ത് ചെയ്തിരിക്കുന്നു, ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാ എല്ലാവർക്കും അവകാശം ലഭ്യമായതാണ് നമുക്ക് എന്ത് സുവിശേഷം പറയാനുള്ള ഈ വലിയ കാര്യം. ഞാൻ ഇന്ന് ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുന്നു. ഇവിടത്തെ ക്ലോക്കിൽ 7 മണിയായി, 6:59 അവിടെ നിങ്ങളുടെ സമയമായെന്ന് വിചാരിക്കുന്നു. ഞാൻ ഉദ്ദേശിച്ചതിന് എത്രയും തീർക്കാൻ പറ്റിയില്ല. ആഗ്രഹമുണ്ട് ഓടിച്ചു പോകാൻ. പക്ഷേ കേൾക്കുന്നവരല്ലേ നാളെ പറയുകയില്ലയോ, ഒന്നും മനസ്സിലായില്ലെന്ന് പറയുകയില്ലയോ. അതുകൊണ്ടാണ് ഇച്ചിരി ലളിതമായിട്ട് പോകുന്നത്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അപ്പൊ നമ്മൾ 1-ാം അധ്യായത്തിലേക്ക് പ്രവേശിച്ചു. അടുത്ത ആഴ്ച കഴിവുള്ളിടത്തോളം നമുക്ക് 1-ാം അധ്യായം മുഴുവനും തീർക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ റോമാലേഖനം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ ആഴവും അർത്ഥമുള്ളതാണ്. അത് ഗ്രഹിക്കണമെങ്കിൽ ഇച്ചിരൂടെ നമ്മള് സാവധാനം ഇറങ്ങിപ്പോണം. എങ്കിലും പരമാവധി ദേവദാസൻ പറഞ്ഞ ആ സമയത്തിനുള്ളിൽ തീർക്കത്തക്ക രീതിയിൽ നമുക്ക് ഓട്ടപ്രദക്ഷിണം നടത്താം. കർത്താവ് നമ്മെ വേർതിരിച്ചു വിളിച്ചു. പൗലോസിനെ മാത്രമല്ല, എന്നെയും കർത്താവ് വേർതിരിച്ചു വിളിച്ചു. എന്തിനാണെന്നറിയാമോ? അപ്പോസ്തലനായി, അല്ലെ നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ എന്തോ അതിനു വേണ്ടി, നിത്യതയ്ക്ക് വേണ്ടി കർത്താവ് നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ഈ ദിവസങ്ങളിൽ നിത്യതയ്ക്കായി ഒരുങ്ങാം. ഈ പഠനമൊക്കെ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് യേശുക്രിസ്തുവിന്റെ സ്വഭാവം പാട്ടുപാടിയതുപോലെ ഭൂമിയിൽ കാണിക്കുവാനും നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങാനുമാണ് ദൈവം നമ്മെ ഓരോ ദിവസവും ഇവിടെ ആക്കിയിരിക്കുന്നത്. ആകയാൽ ആ പ്രതീക്ഷയോടും പ്രത്യാശയോടും ഉത്സാഹത്തോടും കൂടെ നമുക്ക് കർത്താവിനെ സ്നേഹിപ്പാൻ ദൈവം കൃപ നൽകട്ടെ. ഞാൻ ഇനിയും വീണ്ടും ആവർത്തിക്കുന്നില്ല. എല്ലാവർക്കും ഒരിക്കലൂടെ വന്ദനം അറിയിക്കുന്നു. വരുന്ന ആഴ്ച കർത്താവ് അനുവദിക്കുന്നെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കും.